ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നാം ഓരോരുത്തരും പരസ്പരം ഈ 2026 വർഷം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് വിഷ് ചെയ്തു. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ആശംസകൾ നാം കൈമാറി. എന്നാൽ നമ്മിൽ എത്ര പേരുടെ ഹൃദയം സന്തോഷം അനുഭവിക്കുന്നുണ്ട്? യഥാർത്ഥ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അതോ നിങ്ങളുടെ ഹൃദയം ദുഃഖം നിറഞ്ഞതാണോ? വിഷമങ്ങൾ കൊണ്ട് നിറഞ്ഞതാണോ? ഒന്ന് പുനഃപരിശോധിക്കാം. കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ നാം നിലകൊള്ളുന്നത്? കർത്താവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ നാം ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം. ഒരുപക്ഷെ ജോലിയോ മറ്റേത് തരത്തിലാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ലോകത്തിന് നൽകാൻ, നമ്മുടെ കുടുംബത്തിന് നൽകാൻ, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് നൽകാൻ എന്താണ് നമ്മുടെ സ്വന്തമായിട്ടുള്ളത്? അത് നമ്മിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ കഴിവുകളാണ് നമുക്ക് സ്വന്തം. ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമുക്ക് സ്വന്തമായി കർത്താവ് നൽകി. ഈ കഴിവുകളെ നാം ഉപയോഗിക്കുമ്പോൾ അവിടെയാണ് ഫലമുണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നത്. ആര് ഫലം പുറപ്പെടുവിക്കുന്നുവോ അവിടെ സന്തോഷമുണ്ടാകും. നമ്മിലും ചുറ്റുമുള്ള എല്ലാവർക്കും സന്തോഷമുണ്ടാകും. നമുക്ക് യഥാർത്ഥ സന്തോഷം നൽകുന്നത് നാം ഏതെങ്കിലും കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുമ്പോഴാണ്. ഇന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, നീ കർത്താവിൽ പൂർണ്ണമായി നിലകൊള്ളുക. കർത്താവിൻ്റെ സ്നേഹത്തിൽ നീ വസിക്കുക. സ്നേഹത്തിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും പുറപ്പെടുവിക്കാൻ സാധിക്കണമെങ്കിൽ അവിടെ യഥാർത്ഥ സ്നേഹം ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ വേണം. അതിനാൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷം, ജീവിതകാലം മുഴുവനും സന്തോഷം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കണം. ആ നേട്ടങ്ങൾ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ അവിടെയാണ് ഫലം ഉണ്ടാകുന്നത്. അങ്ങനെ നിങ്ങൾ ഫലമുള്ള ഒരു വ്യക്തിയായി മാറുക. അപ്പോൾ നിങ്ങൾക്കെന്നും സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. വിശ്വാസത്തോടെ ഇന്ന് കർത്താവിനോട് നമുക്ക് ഏറ്റുപറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം. പരാശ്രയം കൂടാതെ ദൈവത്തോട് ആലോചന ചോദിച്ച് എൻ്റെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന നന്മകളെ എനിക്ക് അത് പുറത്ത് കൊണ്ടുവരണം. അത് പുറത്ത് ലോകത്തിന് സമ്മാനമായി നൽകണം. എൻ്റെ കുടുംബത്തിന് സമ്മാനമായി നൽകണം. ഞാൻ ഈ ലോകം വിട്ടുപോയാലും ഞാൻ ചെയ്ത കാര്യങ്ങൾ ഈ ലോകത്തിൽ നിലനിൽക്കും. അതിനാൽ തന്നെ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണ സന്തോഷം അനുഭവിക്കാൻ ഞാൻ എന്തെങ്കിലും സ്വന്തമായി എനിക്ക് ചെയ്യണം. ഇതിന് ഇന്ന് നമുക്ക് കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ എപ്പോഴും അരുവിക്കടുത്തുള്ള വൃക്ഷം പോലെ ഫലമുള്ളവരായി മാറും. അതിനാൽ നാം ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. സ്നേഹത്തിലായിരിക്കുക. സ്നേഹമാണ് ഈശോ, സ്നേഹമാണ് ദൈവം, സ്നേഹമാണ് ദൈവം. സ്നേഹമായതിനാൽ നാം നമ്മുടെ ഹൃദയം സ്നേഹത്തിൽ അധിഷ്ഠിതമാക്കിയാൽ നമുക്കും ഒത്തിരി കാര്യങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. ഒത്തിരി കാര്യങ്ങളിൽ ഫലമുള്ളവരായി മാറാൻ സാധിക്കും. അപ്പോഴാണ് നമ്മുടെ സന്തോഷം യഥാർത്ഥമാകുന്നത്. അതിനാൽ ഇന്ന് നിങ്ങളുടെ എല്ലാ വേദനകളും ദുഃഖവും വിഷമങ്ങളും എന്തുകൊണ്ടാണ് ഇത്രയധികം നിങ്ങൾ വിഷമിക്കുന്നത് ഓർത്തു നോക്കുക. നിങ്ങൾക്ക് ഫലം കാണാൻ, ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഈ ദുഃഖം? അതിനാൽ ഇന്ന് ഈ പുതിയ വർഷത്തിൽ
ഫലമുള്ളവരായി മാറാൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായി ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ ഫലമുള്ളവരായി, ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരായി കാണപ്പെടും. അപ്പോൾ ജീവിതം ധന്യമായി, ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. ഇന്ന് നിങ്ങളെ അലട്ടുന്ന വേദനകൾ, ഒത്തിരി ആഗ്രഹിച്ചിട്ടും ചില കാര്യങ്ങളെ നേടാൻ കഴിഞ്ഞില്ല, ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല, സ്വന്തമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒന്നും നടന്നില്ല. അതിനാൽ ഇന്ന് കർത്താവിനോട് പറയുക, കർത്താവേ, നിന്റെ അനന്തമായ സ്നേഹത്തിൽ എൻ്റെ ഹൃദയം നിലനിർത്തണമേ. അപ്പോൾ എനിക്കും എന്തെങ്കിലും സ്വന്തമായി ചെയ്യാൻ സാധിക്കും. വിശ്വാസത്തോടെ ദൈവവചനം ഇന്ന് നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യേശു അരുളി ചെയ്തിരിക്കുന്നു: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നതുവഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പരസ്പരം സന്തോഷത്തിൻ്റെ ആശംസാ വചനങ്ങൾ പങ്കുവെക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ ദുഃഖം, വിഷമം കുമിഞ്ഞുകൂടിയിരിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ കാരണം ഞങ്ങൾ ഫലമില്ലാത്തവരായി കാണപ്പെടുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് ഒരുപക്ഷെ പ്രായമായതുകൊണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു തോന്നൽ, എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഇനിയും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന തോന്നൽ, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനിയും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു തോന്നൽ, എൻ്റെ ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ടും മറ്റുള്ളവർ അതിനെ ചവിട്ടിത്തേക്കുന്നത് കൊണ്ട് ഇനിയും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു തോന്നൽ. കർത്താവേ, ഈ വിഷമത്തിന് ഏറ്റവും മൂല കാരണം അതാണ്. ഇന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. ഈ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ, അടിത്തട്ടിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ദുഃഖവും വേദനയും നിരാശയും നിസ്സഹായതയും കർത്താവേ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആര് നിന്നിലും നീ അവരിലും വസിക്കുന്നുവോ അവർ ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കുമ്പോൾ, ഞങ്ങൾ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പിതാവായ ദൈവം മഹത്വപ്പെടുന്നു. അവിടെയാണ് ഫലപ്രാപ്തിയുള്ള ഒരു ജീവിതം. കർത്താവേ, ഇന്ന് നീ ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങൾ, ഈ പുതുവർഷം, പുതിയ അവസരങ്ങൾ, പുതിയ കഴിവുകൾ, ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വതസിദ്ധമായ കഴിവുകൾ, ഇവയെല്ലാം ഉപയോഗിച്ച് സ്വന്തമായി ഫലം പുറപ്പെടുവിക്കാൻ കർത്താവേ ഇന്ന്
ഞങ്ങളെ നീ സഹായിക്കണമേ. അതിനാവശ്യമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിറയ്ക്കണമേ. ഞങ്ങളെ കാണുന്നവർ ഞങ്ങളെ ഫലമുള്ളവരായി കാണപ്പെടുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെക്കുറിച്ച് കേൾക്കുന്നവർ ഞങ്ങൾ ഫലമുള്ളവരായി മാറിയിരിക്കുന്നു എന്ന് അറിയാൻ നീ ഇടയാക്കണമേ. കർത്താവേ, പിതാവ് മഹത്വപ്പെടാൻ തക്കവണ്ണം ഞങ്ങൾ ഫലമുള്ളവരായി കാണപ്പെടാൻ ഈ പുതുവർഷത്തിൽ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നീ നൽകിയ അവസരങ്ങളെ, കഴിവിനെ, സമയത്തെ, ആരോഗ്യത്തെ പൂർണ്ണമായി ഉപയോഗപ്രദമാക്കാൻ ഈ പുതുവർഷത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ഇനി മറ്റുള്ളവർ ചെയ്തു തന്നിട്ടല്ല ഞങ്ങൾക്ക് ഫലമുണ്ടത്. ഞങ്ങൾ സ്വന്തമായി ഫലം ഉള്ളവരായി മാറും. ഞങ്ങൾ സ്വന്തമായി ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവം നൽകിയ കഴിവുകളെ ഞങ്ങൾ ഉപയോഗിക്കും. ഈ ഒരു വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ അന്തരംഗത്തിൽ ഇതിനാവശ്യമായ സ്നേഹം നീ നിറച്ച് കർത്താവെ, പൂർണ്ണ സ്നേഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ഫലം ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, പരിശുദ്ധ മറിയത്തിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് ഫലമില്ലാത്ത അവസ്ഥയിലും നീ ഫലം നൽകി. കർത്താവേ, അബ്രഹാമിൻ്റെ ഭാര്യ സാറായിക്ക് ഫലമില്ലാത്ത അവസ്ഥയിലും നീ ഫലം നൽകി. കർത്താവേ, ഇന്ന് ദുഃഖിതരായ ദമ്പതിമാർക്ക് നീ കുഞ്ഞുങ്ങളെ നൽകി. കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും സ്വന്തം കുഞ്ഞുങ്ങളെ നൽകാൻ തക്കവണ്ണം കർത്താവേ നീ മനസ്സാകണമേ. അവരോട് നീ അലിവ് തോന്നണമേ. നീയാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നത്. സ്വന്തമായി കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയവേദന നീ അറിയണമേ. അവരുടെ ഫലമില്ലാത്ത അവസ്ഥയെ നീ മാനിക്കണമേ. കർത്താവെ, നീ ഇടപെട്ടാൽ ഞങ്ങൾ ഫലമുള്ളവരായി മാറും. അതിനാൽ ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് കർത്താവെ, ദുഃഖിച്ചിരിക്കുന്ന, വേദനിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പുതുവർഷത്തിൽ ജീവിതം മനോഹരമാക്കാൻ, സ്വയമേ ഫലമുള്ളവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തന്നെ കഴിവുകളെ ഉപയോഗിക്കാൻ, അത് നൂറുമേനി വർദ്ധിപ്പിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈശോയെ, നീ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ ഫലമുള്ളവരായി കാണപ്പെടാൻ ഞങ്ങളെ നീ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് നിന്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, പൂർണ്ണ സ്നേഹത്തിൽ നിന്നും ഞങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാം അത് നല്ല ഫലം കായ്ക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നല്ല ഫലം കായ്ക്കുന്നതിനു വേണ്ടി, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഇന്ന് നീ നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും അറിവ് കൊണ്ടും നിന്റെ ശക്തി കൊണ്ടും കൃപ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. നിനക്കെൻ്റെ കൃപ മതി എന്നരുളി ചെയ്ത ഈശോനാഥ, നിന്റെ കൃപയാൽ ഞങ്ങൾ ഫലമുള്ളവരായി കാണപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നീ നൽകിയ ദിവസം, ഈ സമയം ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ സ്വന്തമായി എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള അവസരവും അതിനുള്ള സാഹചര്യവും ഇന്ന് ഒരുക്കി തന്ന് കർത്താവെ, കുടുംബത്തിലുള്ള എല്ലാ ജോലികളും നേരത്തെ ചെയ്തു തീർത്ത് ഇന്ന് സ്വന്തമായി എനിക്കെന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഉള്ള സമയം ഒട്ടും പാഴാക്കാതെ അത് ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കുമ്പോൾ അത് ചവിട്ടിത്തേച്ച് കളയുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് സൂചിപ്പിക്കുന്നത് വീണ്ടും ഞങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും എന്ന് നീ ഞങ്ങളെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സാധിക്കുന്നത്. അതിനാൽ നീ ഞങ്ങളെ ബഹുമാനിക്കുന്നു. നീ ഞങ്ങളെ മാനിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആരൊക്കെ ഞങ്ങളുടെ ഫലം
ചവിട്ടിത്തേച്ച് കളഞ്ഞാലും വീണ്ടും ഞങ്ങൾ ഫലമുള്ളവരായി മാറും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം തുടങ്ങാൻ കർത്താവെ, നിന്റെ അനന്തമായ സ്നേഹവും കൃപയും കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. എല്ലാ ദുഃഖവും വിഷമങ്ങളും മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ വിഷമങ്ങളാണോ ഹൃദയത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, ഇന്നതെല്ലാം ഈ പ്രഭാതത്തിൽ മാറിപ്പോകട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ഹൃദയം ദൈവവചനം കൊണ്ട് നിറഞ്ഞ്, ദൈവശക്തിയാൽ നിറഞ്ഞ്, ദൈവസ്നേഹത്താൽ നിറഞ്ഞ്, ദൈവീക സമാധാനത്താൽ നിറഞ്ഞ് നിങ്ങൾ ഇന്ന് മുതൽ ഫലമുള്ളവരായി മാറാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങളുടെ യാത്രകളും കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കട്ടെ. ഇന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾ ഫലമുള്ളവരായി മാറാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സാധിക്കുന്നവർ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. കുറഞ്ഞത് ഒരു 10 പേർക്കെങ്കിലും നിങ്ങളിത് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.